ഓല ഇലക്ട്രിക് റീസെന്റ് അവരുടെ പോർട്ട്ഫോളിയോയിലേക്ക് പുതിയൊരു വണ്ടി അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേറെ ഒന്നല്ല, ഓലയുടെ S1Xന്റെ 4 കിലോ വാട്ട് വേരിയന്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി 2 വേരിയന്റ് ഉണ്ടായിരുന്നത് S1Xൽ, ഒന്ന് 2 കിലോ വാട്ടും ഒന്ന് 3 കിലോ വാട്ടും. അപ്പോൾ അതിന്റെ സ്ഥാനത്തേക്ക് ഒരു 4 കിലോ വാട്ട് എന്നുള്ള പുതിയ വേരിയന്റ് അവർ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. നമ്മൾ വണ്ടിയുടെ റേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ വണ്ടി ഇറങ്ങുന്നത് 1,09,999 രൂപ എക്സ്ഷോറും വിലയ്ക്കാണ് വണ്ടി ഇറങ്ങുന്നത്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേ വിലയ്ക്ക് നമുക്കൊരു കോമ്പറ്റീറ്റർ ഉണ്ട്. അപ്പോൾ വേറെ ഒന്നല്ല, ഏതറിന്റെ 450S ആണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് രണ്ട് വണ്ടിയും തമ്മിൽ കമ്പാരിസൺ ആണ്. അപ്പോൾ ഏതാണ് ബെസ്റ്റ് വാല്യൂ ഫോർ മണി എന്നാണ് നോക്കുന്നത്. അതായത് ഓലയുടെ S1X 4 കിലോ വാട്ടും നമ്മൾ ഏതറിന്റെ 450S ആയിട്ട് കമ്പയർ ചെയ്യുന്നത്. ഇത് ആക്ച്വലി റിക്വസ്റ്റ് വീഡിയോ ആണ്. കുറേ ആൾക്കാർ ചോദിച്ചിട്ടാണ് വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ വേറെ ഒന്നല്ല, കുറേ ആൾക്ക് കൺഫ്യൂഷൻ ഉണ്ട്, കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരുന്നത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമുക്ക് ഇന്ന് വീഡിയോ നോക്കാം. അപ്പോൾ അതിന് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിട്ട് പോകാം. ആ വീഡിയോ പോകുന്ന മുന്നേ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കൂടെ നിൽക്കുന്ന ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി, ഞാൻ ആൻസർ ചെയ്യുന്നതാണ്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അത് നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ റീസെൻ്റ്ലി ഓരോ ഭാഗത്ത് നിന്ന് ഒരു ലൈവ് ഇവന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഭാവേഷ് അഗർവാൾ വന്നിട്ടാണ് വണ്ടി അനൗൺസ് ചെയ്തത്. അപ്പോൾ എല്ലാ ആൾക്കാർക്കും ഒരു ആഗ്രഹമുള്ള കാര്യമായിരുന്നു, അതായത് കുറച്ച് ലോങ് റേഞ്ച് വണ്ടി വേണമെന്നുള്ളത്. മാത്രമല്ല പ്രൈസ് കുറഞ്ഞു നിൽക്കണം. അപ്പോൾ അങ്ങനെയുള്ള സൊല്യൂഷനായിട്ടാണ് ഓലയുടെ S1X 4 കിലോ വാട്ട് വരുന്നത്. അത് വേറെ ഒന്നുമല്ല, പ്രൈസ് കുറവാണ്, അതിന് ഫീച്ചേഴ്സും ഇല്ല, പക്ഷേ നമുക്ക് റേഞ്ച് കൂടി ഇടുന്നുണ്ട്. അപ്പോൾ ഡെയിലി നിങ്ങൾക്ക് 100 കിലോമീറ്റർ മേളിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന ആളാണെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ഓലയുടെ S1X നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം 4 കിലോ വാട്ടിൽ അവർ കമ്പനി പറയുന്നത് 190 കിലോമീറ്റേഴ്സാണ് റേഞ്ച് പറയുന്നത്. അപ്പോൾ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. പക്ഷേ ഇതേ റേറ്റിൽ നിന്ന്, അതായത് 1,09,999 രൂപയ്ക്ക് നിങ്ങൾക്ക് ഏതറിന്റെ 450S കിട്ടും. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ കുറച്ച് പോയിന്റ് വൈസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കാം. ഇപ്പോൾ നമ്മൾ എന്ത് സാധനം വാങ്ങിച്ചാലും ബിൽഡ് ക്വാളിറ്റി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ ഭാഗത്താണെങ്കിൽ ധാരാളം ഇഷ്യൂസാണ് ഉള്ളത്. കാരണം ഫിറ്റ് ആൻഡ് ഫിനിഷ് ഇഷ്യൂസ് ഉണ്ട്, പിന്നെ സൈഡ് സ്റ്റാൻഡ് ചിലത് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ കുറേ ഇഷ്യൂസ് ആൾക്കാർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ ട്വിറ്റർ ഹാൻഡിൽ നോക്കുകയാണെങ്കിൽ ഓലയെക്കുറിച്ച് ധാരാളം കംപ്ലയിൻസ് ആണ് ഫിറ്റ് ആൻഡ് ഫിനിഷ് പറയുന്നത്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓല കുറച്ച് ബാക്കിലാണ് നമുക്ക് പറയണം. അപ്പോൾ അത് കാരണം അങ്ങനെ ഒരു നെഗറ്റീവായിട്ടാണ് ഓല അത് നിൽക്കുന്നത്. അടുത്ത നമ്മൾ സർവീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഓലയുടെ സർവീസ് വളരെ മോശമാണ്. ഇപ്പോൾ നമുക്കിപ്പം ചില ഭാഗത്ത് കുറച്ച് നല്ലതുണ്ട്, എന്നാലും മെജോറിറ്റി ഭാഗത്ത് മോശം തന്നെയാണ്. അപ്പോൾ അങ്ങനെ പറയാൻ പറ്റത്തില്ല, കാരണം മോശമായതുകൊണ്ടാണ് പറയുന്നത്. ഇപ്പോൾ ഓല എടുത്ത മിക്ക ആൾക്കാരും അൺഹാപ്പിയാണ്. നമ്മളിപ്പം കമൻറ്റ്സ് നോക്കിയാൽ മനസ്സിലാവും, എല്ലാവരും വളരെ നെഗറ്റീവ് കമൻറ്റ്സ് ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സർവീസ് റിലേറ്റഡ് ധാരാളം ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് റീസെൻ്റ്ലി ഇപ്പോൾ ഒരു ഓല പറഞ്ഞത് ഒരു സർവീസ് സെൻറ്റേഴ്സിന് എണ്ണം കൂട്ടാന്നാണ് പറഞ്ഞത്. അത് നിലവിലിപ്പോൾ 400 എന്നുള്ളത് 600 മാറ്റുക എന്നാണ് പറഞ്ഞത്. അത് April 1 മുതൽ അങ്ങനെ കൊണ്ടുവരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ കൊണ്ടുവരികയാണെങ്കിൽ തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. നമുക്ക് സർവീസ് റിലേറ്റഡ് ഇഷ്യൂസ് എല്ലാം റിസോൾവ് ആയിട്ട് ഓല നല്ലൊരു വണ്ടിയായിട്ട് മാറാൻ ചാൻസ് കൂടുതൽ. അപ്പോൾ അതായത് നമുക്ക് നോക്കാം. എന്തായാലും നമ്മൾ അതേ സ്ഥാനത്ത് നമ്മൾ ഏതറിന്റെ 450S നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫിറ്റ് ആൻഡ് ഫിനിഷ് വളരെ നല്ലതാണ്. നമ്മൾ ഏതർ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്റർ ആണ്. അത് വേറെ കൊണ്ട് എല്ലാവർക്കും നല്ല R&D ഫെസിലിറ്റിയാണ് ഉള്ളത്. പിന്നെ കുറേ വർഷമായിട്ട് റെപ്യൂട്ടഡ് കമ്പനിയാണ് ഏതർ. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും നല്ലൊരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ചെയ്യുന്ന വണ്ടിയാണ് ഏതറിൻ്റെ വണ്ടികൾ. നമ്മളിപ്പം സർവീസ് സെൻറ്റേഴ്സിൻ്റെ നമ്മൾ കാര്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ കുറച്ചാണ്. അതായത് നമ്മൾ ഓല വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സർവീസ് സെൻറ്റേഴ്സിൻ്റെ നെറ്റ്വർക്ക് വളരെ കുറവാണ് ഏതറിനുള്ളത്. പക്ഷേ എന്നിട്ട് പോലും സർവീസിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തോന്നാറുള്ളത് ഏതർ തന്നെയാണ്. കാരണം വേറെ ഒന്നല്ല, കാരണം ബെറ്റർ എന്ന് പറയാൻ പറ്റുള്ളൂ, അത്ര അഡ്വാൻസ് ഒന്നും ഏതർ നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം വേറെ ഒന്നല്ല, നമ്മളിപ്പം കിങ് ഓഫ് IC എഞ്ചിൻ എന്നുള്ള ഹോണ്ടയ്ക്ക് പോലും ഇഷ്ടം പോലെ കംപ്ലയിൻസ് ഉണ്ട്. അപ്പോൾ ഹോണ്ട വണ്ടി എടുത്ത് മിക്ക ആൾക്കാരും അൺഹാപ്പിയാണ്. എന്ന് വെച്ചാൽ ഹോണ്ട വണ്ടി മോശം നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ അവിടെ സർവീസ് നെറ്റ്വർക്കും അതല്ല കസ്റ്റമേഴ്സ് അതിനെ ഹാൻഡിൽ ചെയ്യുന്നു, അതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ അത് തീർച്ചയായിട്ടും വിൻ ചെയ്യുന്നത് ഏതർ തന്നെയാണ്. അപ്പോൾ ബിൽഡ് ക്വാളിറ്റീസ് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് വിൻ ചെയ്യുന്നത് ഏതർ തന്നെയാണ്. ഏതർ 450S ആയിരിക്കും ഒരു നല്ലൊരു ഓപ്ഷൻ. അടുത്ത നമ്മൾ ഡിസൈനെ കുറിച്ച് പറയുകയാണെങ്കിൽ അത് ആക്ച്വലി പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. കാരണം ഓരോ ആൾക്കാർക്ക് ഓരോ ടൈപ്പ് ഡിസൈനൊക്കെ ഇഷ്ടം. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ ഒരു റൗണ്ടിഷ് ഡിസൈനാണ്, അതേ സ്ഥാനത്ത് നമ്മൾ ഏതറിൻ്റെ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് സ്പോർട്ടി ഡിസൈനാണ്. അപ്പോൾ എൻ്റെ പേഴ്സണൽ പ്രിഫറൻസ് ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓലയൊക്കെ റെക്കമെൻഡ് ചെയ്യുക. കാരണം എനിക്കൊരു ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ ഇഷ്ടം, റൗണ്ടിഷ് ഡിസൈനൊക്കെ ഇഷ്ടം. അപ്പോൾ ഡിസൈൻ എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് പേഴ്സൺ ടു പേഴ്സൺ അത് വേരിയേഷൻ വരും. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാരുടെ ഓരോ ഇഷ്ടമായിരിക്കാം. അപ്പോൾ ഓരോ പറയുകയാണെങ്കിൽ ബെസ്റ്റ് വാല്യൂ ഫോർ മണി, അതായത് നമ്മളിപ്പം കൊടുക്കുന്ന വിലയ്ക്ക് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നാറുള്ളത് ആക്ച്വലി ഓല തന്നെയാണ്. കാരണം ഏതർ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ച് ഓവർ പ്രൈസ്ഡ് ആണ് എനിക്ക് തോന്നാറുള്ളത്. അപ്പോൾ അത് കാരണം ഞാൻ ആക്ച്വലി ഡിസൈൻ വൈസ് എല്ലാം നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഓല റെക്കമെൻഡ് ചെയ്യുക. ഇത് ആക്ച്വലി എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ. അടുത്ത നമ്മൾ മോട്ടറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കാര്യമായ ചേഞ്ച് വരുന്നുണ്ട്. അത് വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ഓലയുടെ S1X 4 കിലോ വാട്ടിൽ വരുന്നത് BLDC മോട്ടറാണ് ഉപയോഗിക്കുന്നത്. അതേ സ്ഥാനത്ത് 450S ഏതറിൻ്റെ അത് വരുന്നത് ഒരു PMSM ബെൽറ്റ് ഡ്രൈവ് മോട്ടറാണ് വരുന്നത്. അപ്പോൾ ആക്ച്വലി കാര്യമായ ചേഞ്ചാണ് മോട്ടറിൽ വരുന്നത്. നമ്മൾ വണ്ടിയുടെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓല പ്രൊഡ്യൂസ് ചെയ്യുന്നത് 2.7 കിലോ വാട്ടിൻ്റെ മിനിമൽ പവറും 6 കിലോ വാട്ടിൻ്റെ പീക്ക് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതേ സ്ഥാനത്ത് ഏതറാണെങ്കിൽ 3.3 കിലോ വാട്ടിൻ്റെ നോമിനൽ പവറും 5.4 കിലോ വാട്ടിൻ്റെ പീക്ക് പവറാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വ്യത്യാസം എന്ന് വെച്ചാൽ BLDC മോട്ടർ ആകുമ്പോൾ നമുക്ക് കുറച്ച് ഇനീഷ്യൽ ടോർക്ക് കൂടുതലായിരിക്കും, അപ്പോൾ കുറച്ച് പവർ ഔട്ട്പുട്ട് കൂടുതൽ കാണിക്കും. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് കാണിക്കുന്നത്. പക്ഷേ കമ്പയർ ചെയ്യുമ്പോൾ അത് നമ്മൾ PMSM മോട്ടോട് കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും BLDC മോട്ടോഴ്സിനായിരിക്കും കുറച്ചും കൂടി ടോർക്ക് കൂടുതൽ കാണിക്കുക. അപ്പോൾ അതിൻ്റെ വ്യത്യാസമാണ് കാണിക്കുന്നത്. പക്ഷേ ഞാൻ പറയുന്ന വലിയ കാര്യമായ ഡിഫറൻസ് അതിൽ കാണുന്നില്ല. അപ്പോൾ വേറെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏതറിനകത്ത് ഉപയോഗിക്കുന്ന PMSM മോട്ടർ ആയതുകൊണ്ട് അതിന് സർവീസ് ലൈഫ് കുറച്ച് കൂടുതൽ കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം BLDC മോട്ടോഴ്സിന് കുറേ കംപ്ലയിൻസ് വരുന്നുണ്ട്, സർവീസ് ലൈഫ് കുറവാണ്. അപ്പോൾ ആ കാര്യത്തിൽ തീർച്ചയായിട്ടും ഏതറാണ് മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ PMSM മോട്ടർ ആയതുകൊണ്ട് വലിയ കാര്യമായ പവർ ഡിഫറൻസ് വരുന്നില്ല. അപ്പോൾ ഓവറോൾ നമ്മൾ മോട്ടറിൻ്റെ സ്പെസിഫിക്കേഷൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിൻ ചെയ്യുന്നത് ഏതർ തന്നെയാണ്. കാരണം നമ്മൾ PMSM
PMSM മോട്ടർ ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഏതായിരിക്കും കുറച്ചും കൂടി നല്ലൊരു ഓപ്ഷൻ. അടുത്ത നമ്മൾ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ നമ്മൾ നോക്കുകയാണെങ്കിൽ രണ്ട് വണ്ടിക്കകത്തും അതായത് ഓരോ S1Xനകത്തും ഏതാണ്ട് 450S വരുന്നത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ തന്നെയാണ്. പക്ഷേ അത് ചെറിയ ചേഞ്ച് ഉള്ളത് ഓലയ്ക്കകത്ത് വരുന്ന ഒരു ചെറിയ സ്ക്രീനാണ്. അതായത് 4.3 ഇഞ്ചിൻ്റെ ഒരു ചെറിയൊരു ഡിജിറ്റൽ സ്ക്രീനാണ് വരുന്നത്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റിയോ അങ്ങനത്തെ ഒരു ഓപ്ഷൻസ് ഒന്നും ഓലയ്ക്കകത്ത് വരുന്നില്ല. അതേസമയം നമ്മൾ ഏതൊരു നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതൊരു വരുന്നത് ഡിജിറ്റൽ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്റർ തന്നെയാണ്. പക്ഷേ അതിൽ DeepU ടെക്നോളജി എന്നുള്ള ടെക്നോളജിയാണ് വണ്ടി വരുന്നത്. അത് വേറെ ഒന്നല്ല, നമ്മളിപ്പോൾ ക്ലിയർ ഒരു നല്ല സണ്ണി വെതറിൽ നമ്മൾ വണ്ടി പാർക്ക് ചെയ്യുകയാണെങ്കിൽ അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് നമ്മുടെ ക്ലസ്റ്റർ വായിക്കാൻ പറ്റും. അത് മാത്രമല്ല 7 ഇഞ്ചിൻ്റെ സൈസിലാണ് വണ്ടി വരുന്നത്, അതായത് സ്ക്രീൻ വരുന്നത്. അപ്പോൾ നല്ലൊരു ചേഞ്ചാണ് ഏതർ കാണിക്കുന്നത്. അത് വേറെ കാര്യമുള്ളത് നമുക്ക് ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, ടേൺ ബൈ ടേൺ നാവിഗേഷൻ എല്ലാം ഏതറിൽ വരുന്നുണ്ട്. അതേസമയത്ത് ഓലയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു ഫീച്ചേഴ്സും ഇല്ല. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുകയാണെങ്കിൽ ഇൻസ്ട്രുമെന്റേഷൻ ക്ലസ്റ്ററിൽ മോട്ടർ എല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതറിനാണ് വിൻ ചെയ്യുന്നത് ഓലയേക്കാൾ. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതായിരിക്കും നല്ലൊരു ഓപ്ഷൻ. അടുത്ത നമ്മൾ ബാറ്ററി കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കാര്യമായ ചേഞ്ച് വരുന്നുണ്ട്. നമുക്ക് ഓലയ്ക്കകത്ത് ഉപയോഗിക്കുന്നത് 4 kW ബാറ്ററി പാക്കാണ് ഉപയോഗിക്കുന്നത്. അതിൽ IDC റേഞ്ച് വന്ന് 190 km ആണ് പറയുന്നത്. നമ്മളിപ്പോൾ അവിടെ വെബ്സൈറ്റ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതിൽ ട്രൂ റേഞ്ച് വന്നത് 167 km പറയുന്നുണ്ട്. അതേ സ്ഥാനത്ത് നമ്മളിപ്പോൾ ഏതാണ് കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഉപയോഗിക്കുന്ന ബാറ്ററി പാക്ക് വന്നൊരു 2.9 kW ബാറ്ററി പാക്കാണ്. അതിൽ IDC റേഞ്ച് വന്ന് 115 km ആണ് പറയുന്നത്. അപ്പോൾ അത് ആക്ച്വലി ട്രൂ റേഞ്ച് ആണ് 115 പറയുന്നത്. പക്ഷെ എന്നാൽ പോയി നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയുടെ വണ്ടിക്കായിരിക്കും കുറച്ചും കൂടി ബെറ്റർ പ്രിഫറൻസ്. അതായത് നമ്മൾ ബാറ്ററി പാക്ക് നമ്മൾ റേഞ്ച് നമ്മൾ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ബെറ്റർ ഓപ്ഷൻ ഓല തന്നെയായിരിക്കും. അപ്പോൾ ബാറ്ററി പാക്കിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഓല ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. അടുത്ത നമ്മൾ വണ്ടി ടോപ്പ് സ്പീഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്കകത്ത് ഏതിനകത്ത് ഒരേ സ്പീഡാണ് വരുന്നത്, 90 km/h ആണ് ടോപ്പ് സ്പീഡ് വരുന്നത്. പക്ഷേ അതേസമയം നമുക്ക് ബ്രേക്കിംഗ് പവർ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്കകത്ത് ഉപയോഗിക്കുന്നത് ഡ്രം ബ്രേക്സ് ആണ്. നമുക്ക് ഫ്രണ്ടിലും ബാക്കിലും വരുന്ന ഡ്രം ബ്രേക്സ് ആണ്. അതേസമയത്ത് ഏതിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രണ്ടിലും ബാക്കിലും നമുക്ക് ഡ്യുവൽ ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട്. അപ്പോൾ സേഫ്റ്റി വൈസും അതുപോലെ നമുക്ക് സ്റ്റോപ്പിംഗ് ഡിസ്റ്റൻസ് എല്ലാം നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഏതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു ഡിസ്ക് ബ്രേക്ക് കൊടുക്കേണ്ടതാണ് ഓല. കാരണം 1,10,000 വാങ്ങിക്കുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഡിസ്ക് ബ്രേക്ക് കൊടുക്കേണ്ടതായിരുന്നു. ഇപ്പോൾ എന്താ അറിയില്ല, കൊടുത്തിട്ടില്ല. അതുപോലെ നമ്മൾ ബൂട്ട് സ്പേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതിനകത്ത് നമുക്ക് ബൂട്ട് സ്പേസ് വളരെ കുറച്ചാണ് കാണുന്നത്. അത് 22 ലിറ്ററിൻ്റെ ബൂട്ട് സ്പേസ് ആണ് ഇത് കൊടുത്തിട്ടുള്ളത്. അതേസമയം നമ്മൾ ഓലയ്ക്കകത്ത് കൊടുത്തിരിക്കുന്നത് 34 ലിറ്റേഴ്സിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഓലയുടെ ബൂട്ട് സ്പേസ് ആണ് വളരെ കൂടുതലാണ്. നമുക്ക് എന്തുമാത്രം ലഗേജ് വെച്ചാൽ അറിയത്തേയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു ബൂട്ട് സ്പേസ് ആണ് ഓലയ്ക്കകത്തുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ബെറ്റർ സ്പേസ് ഓപ്ഷൻ ഉള്ളത് ഓലയ്ക്കകത്ത് തന്നെ ആയിരിക്കും. അടുത്തൊരു മേജർ ചേഞ്ച് വന്നിരിക്കുന്നത് ബാറ്ററി വാറണ്ടിയിലാണ്. അപ്പോൾ അവിടെയാണ് ആക്ച്വലി ഒരു റെവല്യൂഷനാണ് ഓല കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ വേറെ ഒന്നുമല്ല, നമുക്ക് വേറെ ഒരു 2-വീലർ EV സെഗ്മെൻറ്റിലെ വണ്ടിക്കകത്ത് പോലും 8 വർഷം ഒരു ബാറ്ററി പാക്കിന് വാറണ്ടി കമ്പനി കൊടുക്കുന്നില്ല. അപ്പോൾ അതിലൊരു റെവല്യൂഷൻ കൊണ്ടുവന്നിരിക്കുകയാണ് ഓല എന്തായാലും. അപ്പോൾ അതിൽ 8 വർഷവും അല്ലെങ്കിൽ 80,000 കിലോമീറ്ററാണ് ഓലയ്ക്ക് വാറണ്ടി പറഞ്ഞത്. അതിലെടുത്ത് പറഞ്ഞ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ എക്സ്ട്രാ കോസ്റ്റ് നമ്മളൊന്നും കൊടുക്കേണ്ട ആവശ്യമേ ഇല്ല. അതാണ് വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യം. അതുകൂടാതെ നിങ്ങൾക്ക് ഒരു 1,25,000 കിലോമീറ്ററിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ വരുന്നുണ്ട്. പക്ഷേ അതിന് ചെറിയൊരു ചാർജ് ഓല വാങ്ങിക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു വണ്ടി ലോങ് ടേം പ്ലാൻ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓല എടുക്കാം. കാരണം വേറെ ഒന്നല്ല, 8 വർഷം ബാറ്ററി പാക്കിന് വാറണ്ടി ചെയ്യുന്ന വേറെ ഒരു വണ്ടി ഇപ്പോൾ മാർക്കറ്റിലില്ല. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും വാറണ്ടി കേസിൽ ആക്ച്വലി വിൻ ചെയ്യുന്നത് ഓലയാണ്. ഏതറിൻ്റെ കേസ് നമ്മൾ പറയുകയാണെങ്കിൽ ഏതറിൻ്റെ വാറണ്ടി കുറവാണ്. വേറെ ഒന്നല്ല, 3 വർഷവും അല്ലെങ്കിൽ 30,000 കിലോമീറ്ററാണ് ഏതറിന് വാറണ്ടി വരുന്നുള്ളൂ. അത് മാക്സിമം നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് ഒരു 5 years വരെ ആക്കാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും 8 വർഷത്തേക്ക് എത്തുന്നില്ല. അപ്പോൾ ഒരു ആക്ച്വലി റെവല്യൂഷനാണ് ഓല കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 8 വർഷത്തേക്ക് നിങ്ങൾക്ക് ബാറ്ററി പാക്കിനെ കുറിച്ച് ഒരു തിങ്കിങ് വേണ്ട. കംപ്ലീറ്റ്ലി വണ്ടി ഒരു വാറണ്ടിയിൽ കവർ ചെയ്യുന്നുള്ളതുകൊണ്ട് എന്ത് ഇഷ്യൂ വന്നാലും കമ്പനി അത് ചേഞ്ച് ചെയ്ത് തരും. അപ്പോൾ നമ്മൾ ബാറ്ററി പാക്കിൻ്റെ വാറണ്ടിയെ കുറിച്ച് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വിൻ ചെയ്യുന്നത് ഓല തന്നെയാണ്. നമ്മൾ ഏതെന്ന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ബെറ്റർ ഓപ്ഷൻ എപ്പോഴും ഓല തന്നെയായിരിക്കും. അപ്പോൾ ഫ്രണ്ട്സ്, ഫൈനലി ആ ചോദ്യമാണ് ഏത് വണ്ടിയാണ് ബെറ്റർ വാല്യൂ ഫോർ മണി. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഓലയ്ക്കകത്ത് 3 പ്ലസ് പോയിന്റ്സ് ആണ് ഉള്ളത്. ഒന്നൊരു ബിഗർ ബാറ്ററിയാണ്, അത് കൂടുതൽ റേഞ്ച് കിട്ടുന്നുണ്ട്. അതുപോലെ നമുക്ക് എക്സ്റ്റൻഡ് വാറണ്ടിയും കുറച്ച് കൂടുതൽ ഇടുന്നുണ്ട് ബാറ്ററിക്ക്. അപ്പോൾ ഈ 3 പോയിന്റ്സ് ആണ് ഓലയ്ക്ക് കൂടുതലായിട്ട് നിൽക്കുന്നത്. നേരെ മറിച്ച് നമ്മൾ ഏതറിൻ്റെ കേസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതറിന് ആക്ച്വലി 3 പോയിന്റ്സ് മാത്രമേ നെഗറ്റീവായിട്ടുള്ളൂ. ബാക്കി എല്ലാ കാര്യം പോസിറ്റീവ്സ് ആണ്. വേറെ ഒന്നല്ല, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. അത് മാത്രമല്ല PMSM മോട്ടറാണ് ഉപയോഗിക്കുന്നത്, ബെൽറ്റ് ഡ്രിവൺ ആണ്. അത് മാത്രമല്ല ആഫ്റ്റർ സെയിൽ സർവീസ് വളരെ നല്ലതാണ്, ബെറ്റർ ഇൻസ്ട്രുമെന്റേഷൻ ഉണ്ട്. അങ്ങനെ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഏതറായിരിക്കും ഒരു ബെറ്റർ ഓപ്ഷൻ അത് ഓലച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമുക്കിപ്പോൾ ആഫ്റ്റർ സർവീസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഓല മനസ്സിലാക്കി അത് ഇമ്പ്രൂവ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഓലയ്ക്ക് പിടിച്ചിരിക്കാൻ പറ്റും തോന്നുന്നില്ല. അപ്പോൾ എന്തായാലും എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഏതറിൻ്റെ വണ്ടി ആയിരിക്കും കുറച്ചുകൂടി ബെറ്റർ ഓപ്ഷൻ. വേറെ കാര്യം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളിപ്പോൾ ലോങ് റേഞ്ചാണ് നിങ്ങൾ നോക്കുന്നത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു ഡെയിലി കമ്മ്യൂണിറ്റി ഡിസ്റ്റൻസ് നിങ്ങൾക്ക് 100 കിലോമീറ്റർ കൂടുതലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓലയിലേക്ക് പോകുന്നതായിരിക്കും നല്ലത്. ഏതിലേക്ക് പോയിട്ട് കാര്യമില്ല. അതേസമയം നിങ്ങളുടെ കിലോമീറ്റർ 100 കിലോമീറ്റർ താഴെയാണെങ്കിൽ, പെർ ഡേ നിങ്ങൾ 100 കിലോമീറ്റർ ഓടുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കണ്ണടച്ച് നിങ്ങൾക്ക് ഏതിലേക്ക് പോകാം. അതായത് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ. ഇപ്പോൾ നിങ്ങൾ കൂടുതൽ കിലോമീറ്റർ ഓടുമ്പോൾ നിങ്ങളുടെ ബാറ്ററി പാക്ക് അത്രയും കൂടുതൽ ഡ്രെയിൻ ആവുകയാണ്, അത്രയും ഡിസ്ചാർജിങ്ങും ചാർജിങ് സൈക്കിൾസ് കണ്ടക്ട് ചെയ്യുകയാണ്. അപ്പോൾ അത് കാരണം തീർച്ചയായിട്ടും വാറണ്ടി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിൽ ബാറ്ററി പാക്കിൻ്റെ വാറണ്ടി ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത് ഓല തന്നെയാണ്. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഓലയിലേക്ക് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് വണ്ടിയുടെ മെയിൻ ലൈഫ് എന്ന് പറയുന്നത് തന്നെ റണ്ണിങ് കിലോമീറ്റേഴ്സ് തന്നെയാണ്. അപ്പോൾ 8 വർഷം നിങ്ങൾക്ക് സ്ട്രെസ് ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് വണ്ടി ഓടിക്കണമെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓലയിലേക്ക് പോകാം. അത് മാത്രമല്ല, നിങ്ങൾക്ക് ഇപ്പോൾ ആഫ്റ്റർ സർവീസ് നല്ലതാണ്. വണ്ടി നല്ലൊരു ഹെഡേക്ക് കുറഞ്ഞ വണ്ടിയായിട്ട് നിങ്ങൾക്ക് കൊണ്ടു നടക്കണം. അത് ബിൽഡ് ക്വാളിറ്റി ഒക്കെ നല്ലൊരു വണ്ടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതിലേക്ക് പോകാം. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ ഇൻഫോർമേറ്റീവ് ആണെന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇൻഫോർമേറ്റീവ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണേ. കൂടെ നിങ്ങളെ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഇങ്ങനത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ നിങ്ങൾക്ക് ആദ്യമേ നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് ഇനിയും കാണാം. ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, ഹാവ് എ സേഫ് ഡ്രൈവിംഗ്, ടേക്ക് കെയർ.